കോൺഗ്രസിൽ നിന്ന് ശ്രീ വസന്ത് ശ്രീക്ക് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വസന്ത് ശ്രീ, നിലവിലെ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ ഇത്രയും സമ്മർദ്ദം നമുക്കറിയാം, സംസ്ഥാനത്തൊട്ടാകെ ഭക്തർ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഈ പ്രതിഷേധത്തിൻ്റെയൊക്കെ ഒരു സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നടപടി ഒരു പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ അവിടെയും ചോദ്യചിഹ്നമാണ്. നിലവിലെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായ മുരാരി ബാബുവിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇയാളായിരുന്നു 2019 ഈ മത്സരത്തിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. അതിനാൽ ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. കേവലം ഒരു മുരാരി ബാബു അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരിലേക്ക് മാത്രം അന്വേഷണം ചുരുങ്ങുകയല്ലല്ലോ വേണ്ടത്. ഒരു വലിയ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിന് മൊത്തത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം തന്നെയല്ലേ? ആദ്യം എന്തായിരുന്നു സർക്കാരിന്റെ നിലപാട്? ആദ്യം ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. രണ്ടാമത് യാതൊരു പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്താണ് പ്രശ്നം. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി സ്വർണം വെച്ചു, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ സർക്കാരിന് ഇന്നത് മുരാരി ബാബു വരെ പ്രശ്നക്കാരനാണ് എന്ന് പറയേണ്ടി വന്നല്ലോ. മുരാരി ബാബു വരെ നാളെ ദേവസ്വം മന്ത്രി VN വാസവനും പ്രതിയാണ് എന്ന വിവരങ്ങൾ വെളിയിൽ വരും. ഇന്ന് അദ്ദേഹത്തിന് ആ ഒരു പേടിയുടെ പുറത്താണ് എന്തോ VD സതീശനാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത് എന്ന കണക്കിന് ജൽപ്പനം നടത്തുന്നത്. നോക്കൂ, സർക്കാരിനെ സംബന്ധിച്ച് അയ്യപ്പ സംഗമം നടത്തിയതിൽ പോലും ഗൂഢാലോചന ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം ഈ വിവരങ്ങൾ വൈകാതെ പുറത്തു വരുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ സർക്കാർ അയ്യപ്പ ഭക്തരെ കയ്യിലെടുക്കാൻ വേണ്ടിയാണോ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടിയുമായി ഇറങ്ങി പുറപ്പെട്ടത് എന്ന സംശയം ഞങ്ങൾക്ക് ബലപ്പെടുകയാണ്. അതായത് തുടക്കത്തിൽ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ സർക്കാർ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടെന്നും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒടുക്കം ഇപ്പോ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ളത് ഈ പറയുന്ന മുരാരി ബാബു വരെ ഉള്ളവർ പ്രതി ചേർക്കപ്പെടും എന്നതിലേക്ക് കൃത്യമായി മനസ്സിലായി. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് സുവ്യക്തവും സുചിന്തനവുമായി വിധി വന്നില്ലേ? ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഇത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ അവർ കൈകാര്യം ചെയ്തില്ല എന്ന് മാത്രമല്ല, വലിയ കൃത്യവിലോപം ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന് മാത്രമല്ല, ഇത് അഖില ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തുന്നതിന് തുല്യമാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു SIT പ്രഖ്യാപിച്ചത്. അതായത് കോടതി നേരിട്ട് അന്വേഷണം നടത്തുകയാണ്. അത്രമാത്രം ഗുരുതരമായ ഒരു വിഷയം ആണ് എന്ന് സർക്കാരിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് ആശ്ചര്യം ജനിപ്പിക്കുകയാണ്. സർക്കാർ ഇതിൽ ചെയ്യേണ്ടത്, അവർക്ക് ഇക്കാര്യത്തിൽ കൈകഴുകാൻ ആണെങ്കിൽ, അവർക്ക് യാതൊരുവിധ പങ്കുമില്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് CBI അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. CBI അന്വേഷണം പ്രഖ്യാപിക്കട്ടെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടട്ടെ. അപ്പോൾ വരും ദിവസങ്ങളിൽ VN വാസവൻ അടക്കമുള്ളവർ ഇത് പ്രതികരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അത് കേരളം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഈ ഒരു നടപടി. ഇത് കണ്ണിൽ പൊടിയിടാനുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഒരു സസ്പെൻഷനിൽ ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇയാളുടെ തലയിൽ ഈ കുറ്റമെല്ലാം ചുമത്തി രക്ഷപ്പെടാനുള്ള ശ്രമമായിരിക്കും. പക്ഷെ എന്നാലും ഇത് എങ്ങനെ കൃത്യമാകുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ മുരാരി ബാബുവിനോടൊക്കെ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ആരായുമ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യമാണ്, അതെനിക്ക് കണ്ടപ്പോൾ ചെമ്പായി തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയത്. അതോടെ അയാളുടെ ഉത്തരം കഴിഞ്ഞു. അത് കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അത് ചെമ്പായി തോന്നി, അതുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന്. പക്ഷെ അതിനൊരു ഫർദർ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു വെരിഫിക്കേഷനോ ഒന്നും നടത്താതാണ് ദേവസ്വം ബോർഡ് അതിന് മൗന നൽകിയിരിക്കുന്നതടക്കം. തീർച്ചയായും. അപ്പൊ അദ്ദേഹം അടക്കമുള്ളവർ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടക്കം തൊട്ട് വിവിധ ചാനലുകളിൽ പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സഹായമില്ലാതെ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി അങ്ങനെ ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാർ 15-16 കോടി രൂപയുടെ സ്വത്ത് വരും കേട്ടോ, സ്വർണം വരും. 8 കിലോ 9 കിലോ എന്ന് പറഞ്ഞിട്ട് പോരാ, 16-17 കോടി രൂപയുടെ സ്വത്ത് വരും. ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ അത്രയും വലിയൊരു സ്വത്ത് അവിടെ നിന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ വിചാരിച്ച പോലെ അതിൽ ശക്തനായ ആൾ വേണം. ഇന്ന് ദേവസ്വം ബോർഡിനുള്ളിൽ ജീവനക്കാരുടെ ഇടയിൽ ഏറ്റവും ശക്തമായ സംഘടന CIT ആണ്, CPM സെന്റേഡ് ആണ്. അതിനെ നയിക്കുന്നത് മന്ത്രിയും മന്ത്രാലയവും തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ മന്ത്രിയുടെ അടക്കമുള്ള പങ്ക് പുറത്തു വരും. എത്ര കണ്ടില്ല എന്ന് നടിച്ചാലും അവർക്ക് ഈ വിഷയത്തിൽ ഇനി കൈകഴുകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വലിയ ജനകീയ പ്രക്ഷോഭവും ഏറ്റെടുത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോവാണ്. ഇപ്പം 2 ഭക്തസംഗമം അവിടെ നടന്നല്ലോ. ഒന്ന് CPM-ന്റെ ഭക്തസംഗമം പൈസ അടിച്ചു മാറ്റാനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത് BJP-യുടെ ആണ്. BJP പേടിച്ച് അവരുടെ ചോട്ടിലെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചാണ് അവർ സംഗമം നടത്തിയത്. ഞങ്ങൾ സംഗമം നടത്താൻ പോവുകയാണ് അടുത്ത ദിവസം. കോൺഗ്രസിന്റെ ഭക്തസംഗമം അതെന്തിനു വേണ്ടിയാ? അത് സമരസംഗമോ? അവിടുത്തെ ഭക്തരുടെ അയ്യപ്പന്റെ സ്വത്തടിച്ചു മാറ്റുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമരസംഗമമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. അതായത് അയ്യപ്പ ഭക്തരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ കാലത്തും കൃത്യമായ നിലപാട്, അത് മുൻ ശബരിമല സമരത്തിന്റെ സമയത്താണെങ്കിൽ ഇപ്പോഴും അത് സ്വീകരിക്കുന്ന കോൺഗ്രസ് ആണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ പോവുകയാണ്. അരിയാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവാൻ പോവുകയാണ്. അതുകൊണ്ട് വലിയ സമരങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും, നിയമ പോരാട്ടം മുമ്പോട്ട് പോകും. VN വാസവൻ അടക്കം അയ്യപ്പന്റെ സ്വത്തിൽ കൈവച്ചിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവരെല്ലാം അഴി എണ്ണുന്നോടം വരെ ഈ പോരാട്ടം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. വളരെ നന്ദിയുണ്ട് ശ്രീ വസന്ത് ശ്രീ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.